അടുത്തതായിട്ട് പെസന്റ് മൂവ്മെന്റ്സിനെ കുറിച്ച് നോക്കാം. പെസന്റ് മൂവ്മെന്റ്സും പല കാരണങ്ങളാൽ ഇതുപോലെ കലാപങ്ങളിലേക്ക് വരുന്നു. ഈ പെസന്റ് മൂവ്മെന്റ്സ് പലപ്പോഴും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കമ്പനി റൂളിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം സാമിന്ദാസ് അവരുടെ ജന്മിമാർക്കെതിരെ മണി ലെൻഡേഴ്സിനെതിരെ ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ നോക്കാം. ഒന്ന് നാർക്കൽബേരിയ അപ്രൈസിങ്സ്, ദെൻ പാഗൽപന്തീസിന്റെ, ദെൻ ഫറൈസി റിവോൾട്ട്, മാപ്ല അപ്രൈസിങ്സ്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാറ് നാർക്കൽബേരിയ അപ്രൈസിങ്സ് ആണ്. അത് 1782 മുതൽക്ക് 1831 വരെ പല പല കൊല്ലങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ഒരു കലാപമാണ് നാർക്കൽബേരിയ അപ്രൈസിങ്സ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ മുസ്ലിം ടെനൻസ്, വെസ്റ്റ് ബംഗാളിലെ മുസ്ലിം കർഷകർ നടത്തിയിട്ടുള്ള ടെനൻസ് എന്ന് പറഞ്ഞാൽ കർഷകർ എന്ന് മാത്രമല്ല കുടിയേറ്റക്കാരെന്ന് കൂടെ പറയും, കുടിയെടുപ്പുകാർ, അവർ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നാർക്കൽബേരിയ അപ്രൈസിങ്സ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് ആണ് കൂടുതൽ ഈ തൊഴിലാളികളായിട്ട്, പെസൻസ് ആയിട്ട് അല്ലെങ്കിൽ ടെനൻസ് ആയിട്ട്, കുടിയന്മാരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഈ കുടിയന്മാരായിരിക്കുമ്പോൾ ഇവർക്കൊരു യജമാനന്റെ ഇത് വരുമല്ലോ. അത് വരുന്നത് ഹിന്ദുസ് ആയിരിക്കും കൂടുതൽ. അതായത് ഇവർ പണിയെടുക്കുന്ന ഭൂമിയുടെ ഉടമകൾ എന്ന് പറയുന്നത് ഹിന്ദുസ് ആയിരിക്കും. അപ്പം ഈ ഇവിടെയുള്ള നാർക്കൽബേരിയയിലുള്ള മുസ്ലിം ടെനൻസിന് കലാപം നടത്തേണ്ടി വരുന്നത് അവിടെ തന്നെയുള്ള ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഉടമകളായിട്ട് നിൽക്കുന്ന ഹിന്ദുസിനെതിരെ ആയിരിക്കും. ഓക്കെ, അവിടുത്തെ ലാൻഡ് ലോഡ്സ്, ഭൂ ഉടമകളായിട്ടുള്ള ഹിന്ദുസിനെതിരെ ആയിരിക്കും. ഇനി ഈ ഒരു ടെനൻസിന്റെ വിപ്ലവത്തിന് നേതൃത്വം അല്ലെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ നൽകുന്ന, എൻകറേജ് ചെയ്യുന്നത് മീർ നിഥാർ അലിയാണ്. ഈ മീർ നിഥാർ അലിനെ തന്നെ ടിറ്റു മീർ എന്നും അറിയപ്പെടും. ഇവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. എന്നുവെച്ചാൽ ഇവിടെ അതിനോടൊപ്പം തന്നെ ഹിന്ദുസിനെതിരെ ഇവർ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാര് ഈ ഇൻഡിഗോ കർഷകരുടെ മേലടിച്ചേൽപ്പിക്കുന്ന കുറെ നികുതികൾ ഉണ്ടായിരുന്നു. അതിനെതിരെ കൂടെയും ഈ നാർക്കൽബേരിയിലെ കലാപം വരുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ടാക്സ്, ഹിന്ദുസ് ആയിട്ടുള്ള ഉടമകള്, ഭൂ ഉടമകള്, ലാൻഡ് ലോഡ്സ് നടപ്പിലാക്കുന്ന തെറ്റായ രീതികൾ, ഇതിനൊക്കെ എതിരെയാണ് ഈ ഒരു റിവല്യൂഷൻ വന്നിട്ടുള്ളത്. ഈ റിവല്യൂഷന്, ഈ നാർക്കൽബേരിയ റിവല്യൂഷനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ ആയുധം ഏന്തിയ കർഷക വിപ്ലവമായിട്ട് അല്ലെങ്കിൽ കർഷക റിവോൾട്ടായിട്ട് കണക്കാക്കുന്നത്, പോരാട്ടമായി കണക്കാക്കുന്നത്. ദ ഫസ്റ്റ് ആംഡ് പെസന്റ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ആയുധമേന്തിയ കർഷക പോരാട്ടമായിട്ട് കണക്കാക്കുന്നതാണ് നാർക്കൽബേരിയ അപ്രൈസിംഗ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്തു വെക്കണം കേട്ടോ നാർക്കൽബേരിയ അപ്രൈസിങ്ങിനെ കുറിച്ച്. അപ്പം ഇതും ഈ വഹാബി മൂവ്മെന്റ്സിന്റെ പല ഇൻഫ്ലുവൻസ്, ഈ വഹാബി മൂവ്മെന്റിന് ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നീട് വഹാബി മൂവ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റിന് നാർക്കൽബേരിയ അപ്രൈസിങ്ങിന് വഹാബി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ പിന്നെ പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്തതാണ് പാഗൽപന്തീസിന്റെ റിവോൾട്ട്. 1825 പാഗൽപന്തീസിന്റെ റിവോൾട്ട് വരുന്നത്. കരംഷാ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പാഗൽപന്തി എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, ഒരു പകുതി റിലീജിയസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, സെമി റിലീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. പകുതി റിലീജിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, മതപരം, ഒരു പകുതി മതപരമാണ് എന്നാൽ പകുതി മതപരം അല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. പാഗൽപന്ത്, അതാണ് എൻ്റെ പേര്. ഇതെന്ന് പറഞ്ഞാൽ ഹജോങ് ആൻഡ് ഗാരോ ട്രൈബ്സ്, ഇവരുടെ ഇടയിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ വരുന്നത്. ഹജോങ് ആൻഡ് ഗാരോ ട്രൈബ്സ് ഇവര് ജീവിക്കുന്നത് ബംഗാളിലെ തന്നെ മൈമേൻസിംഗ് എന്ന് പറഞ്ഞൊരു ജില്ലയിലാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ കരം സിംഗ് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. പിന്നെ ഈ പാഗൽപന്തീസിന്റെ റിവോൾട്ട്
ഇതൊരു ട്രൈബൽ പെസന്റ് റിവോൾട്ട് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ പാഗൽപന്തീസിന്റെ ഒരേ സമയം നമുക്ക് ട്രൈബൽ റിവോൾട്ട്സ്, ഗോത്രവർഗ്ഗക്കാരുടെ പോരാട്ടങ്ങളിൽ ഉൾപ്പെടുത്താം, പെസന്റ് റിവോൾട്ടിൽ ഉൾപ്പെടുത്താം. ബോത്ത് ട്രൈബൽ പെസന്റ് റിവോൾട്ടാണ്. അപ്പോൾ ഈ ഒരു റിവോൾട്ടിന് നേതൃത്വം നൽകുന്നത് ഈ കരംഷാന്റെ മകനായിട്ടുള്ള ടിപ്പു ആണ് നേതൃത്വം നൽകുന്നത്. കരംഷാന്റെ മകൻ ടിപ്പു ആണ് നേതൃത്വം നൽകുന്നത്. ഇത് സാമന്താസിനെതിരെയുള്ള ഒരു കലാപമായിട്ടും കൂടിയാണ് വരുന്നത്. സാമന്താസിനെതിരെയുള്ള കലാപം 1825 മുതൽക്ക് 1835 വരെ ഈ ഒരു കലാപം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലയളവിൽ ഈ സാമന്തന്മാര് സാമന്താസ് അമിതമായിട്ട് നികുതിയെല്ലാം ഈ കർഷകരുടെ മേല് ഈടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ സാമിന്ദാസിന്റെ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിന്റെ വീടുകൾ കയറി കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതി ഇവരുണ്ടാവുന്നുണ്ട്, ഈ പാഗൽപന്തീസ്. അപ്പം അങ്ങനെ അവര് ഇവർക്ക് എത്രയാണ് ഇവരെന്ന് കുടിശ്ശിക മേടിക്കുന്നത് അതെല്ലാം കയറി കൊള്ളയടിച്ച് കൈക്കലാക്കുന്ന ഒരു രീതി ഇവർ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റിന്റെ ഇടപെടലൊക്കെ വന്നിട്ടാണ് പെസൻസിന്റെ ഈ പ്രവൃത്തിയിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു സമാധാനപര അന്തരീക്ഷം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വരുന്നത്. അപ്പൊ പാഗൽപന്തീസിന്റെ റിവോൾട്ട്, ഈ പെസന്റ് റിവോൾട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്താണ് ഫറൈസി റിവോൾട്ട്. ഫറൈസി റിവോൾട്ടും ചിലപ്പോഴൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 1838 ടു 1857 കാലഘട്ടത്തിൽ പലപ്പോഴായിട്ട് 1838 അതിന് മുമ്പ് തന്നെ 1819 കാലഘട്ടത്തിലൊക്കെ ഈ ഒരു ഫറൈസി അപ്രൈസിങ്സിന്റെ തുടക്കമായിട്ടുള്ള ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫറൈസി റിവോൾട്ടിന് തുടക്കം കുറിക്കുന്നത് 1838-കളിലൊക്കെയാണ്. ഇനി ഈ ഫറൈസീസ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജി ഷെയ്റത്തുള്ള എന്ന് പറഞ്ഞൊരു ഒരാളുടെ ഫോളോവേഴ്സ് ആണ്. അതിനെ പിന്തുടർന്ന് വരുന്ന അയാൾ പറയുന്ന കാര്യങ്ങളെ പിന്തുടരുന്ന ആൾക്കാരാണ് ഫറൈസീസ് എന്ന് പറയുന്നത്. ഹാജി ഷെയ്റത്തുള്ള എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ബംഗാളിലെ ഫറൈദ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ് ഹാജി ഷെയ്റത്തുള്ള. അദ്ദേഹം ഒരു മുസ്ലിം സെക്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിംസിന്റെ ഇടയ്ക്ക് ഒരു സെക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. മുസ്ലിംസിന്റെ ഇടയ്ക്ക് ഫണ്ടമെന്റൽ റിഫോംസ്, ഒരു എന്താ പറയാ, മുസ്ലിംസിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് മാറ്റങ്ങൾ, അവരെ കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തണം, റിഫോംസ്, കുറെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ അവരെ മാറ്റണം എന്ന രീതിയിലാണ് മൗലികമായിട്ടുള്ള അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൗലികപരമായിട്ടുള്ള അവരുടെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് വിശ്വസിച്ചിട്ടുള്ളവരാണ് ഈ ഹാജി ഷെയ്റത്തുള്ള. അതിന് വേണ്ടിയിട്ടാണ് അവർ സെക്ട് തുടങ്ങുന്നതൊക്കെ. റിലീജിയൻ, പൊളിറ്റിക്സ്, സൊസൈറ്റി, ഇതിനൊക്കെയും അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഷെയ്റത്തുള്ളയുടെ മകനാണ് മൊഹ്സിൻ ഉദ്ദീൻ അഹമ്മദ് അഥവാ ദൂദു. അദ്ദേഹത്തിനും ഈ ഒരു റിവോൾട്ടിൽ പ്രധാന പങ്ക് ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അധികം കർഷകരാണ്. ഈ ഫറൈസീസ് എന്ന് പറയുന്നത് ഇവർ അവരുടെ സാമിന്ദാസിനെതിരെയാണ് റിവോൾട്ട് നടത്തുന്നത് സാമിന്ദാസിനെതിരെയാണ്. അപ്പോൾ ടെനൻസ് ഫൈറ്റ് അഗൈൻസ്റ്റ് സാമിന്ദാസ് വാസ് ഓൾസോ ബാക്ക്ഡ് ബൈ ദിസ് സെക്ട്. അപ്പോൾ ഈ ഫറൈസി അപ്രൈസിങ്സും പിന്നീട് വഹാബി മൂവ്മെന്റ്സിന്റെ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ ഫറൈസി റിവോൾട്ടിനും അതുപോലെ തന്നെ നർക്കൽബേരി അപ്രൈസിങ്സിനൊക്കെ പലപ്പോഴും പിന്നീടൊക്കെ ഒരു വർഗീയ മുഖം ചിത്രീകരിക്കുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ റിവോൾട്ട്, കർഷകരുടെ റിവോൾട്ട് ആണെങ്കിലും അതിനൊരു ഘട്ടം കഴിയുമ്പോൾ എന്താവുന്നുണ്ട്, ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങനെ ആവുന്നതല്ല, അതിനെ ബ്രിട്ടീഷുകാർ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇതെല്ലാം ബംഗാളിൽ ഈ റിവോൾട്ടൊക്കെ പിന്നീട് എടുത്തിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ആ ഒരു ഡിവിഷന് വേണ്ടിയിട്ട് ഈ റിവോൾട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ അതാണ് ഫറൈസി റിവോൾട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് മാപ്ല അപ്രൈസിങ്സ്. മാപ്ലാസ് എന്ന് പറയുന്നത് കേരളത്തിലൊക്കെയുള്ള മുസ്ലിം വിഭാഗക്കാരാണ് മാപ്ലാസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. നമുക്കറിയാം മലബാർ റീജിയനിലെ മാപ്ലാസ് എന്ന് പറയുന്നത് 1921 മാപ്ല റിബലിയന്റെ നടക്കുന്നത് എന്ന് പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു മാപ്ല റിബലിയൻ എല്ലാം നടക്കുന്നത്. ഇതിന് 1921 മുമ്പും 1836 1854 കാലഘട്ടത്തിലൊക്കെ പല മാപ്ല കലാപങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്നും സക്സസ്ഫുൾ ആകുന്നില്ല. ഈ മലബാറിലെ കുടിയേറ്റക്കാരിൽ ഒരു വിഭാഗം മാപ്ലമാർ തന്നെയായിരുന്നു. മാപ്ലാസ് എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. മുസ്ലിംസ് തന്നെയാണ് മാപ്ലാസ് എന്നാണ് അവിടെ അറിയപ്പെടുക. അപ്പോൾ ഇവരായിരുന്നു.
ഇവിടെ ഹിന്ദുസും ഉണ്ട്. ഈ മാപ്ല റിബല്യനിൽ ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, കർഷകരായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിമുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാലും ഇതിനറിയപ്പെടുന്നത് ഒരു ഭാഗത്തിന്റെ പ്രത്യേകതയായിരുന്നു മാപ്ല റിബല്യൻ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഈ കർഷകരായിട്ടുള്ളവര് ഇത് കൈയടക്കി വെക്കുന്ന സ്വത്ത്, ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി കൈയടക്കി വെക്കുന്ന അവരുടെ ജന്മിമാർക്കെതിരെയാണ് റിബല്യൻ നടത്തിയത്, പോരാട്ടം നടത്തിയത്. ജന്മിമാരിൽ കൂടുതലും ഹിന്ദുസ് ആയിരുന്നു. എന്നാൽ മുസ്ലിം ജന്മിമാരും ഉണ്ടായിരുന്നു, അവർക്കെതിരെയും കലാപം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ മാപ്ല റിബല്യന്റെ ഒരു ഭാഗം കഴിഞ്ഞു. അതൊരു കർഷക റിവോൾട്ട് ആയിരുന്നു. അതിന് പിന്നീട് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു 1921. പിന്നീട് അതിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ വരുന്നുണ്ട്. അങ്ങനെ ഈ മാപ്ല റിബല്യനും ഈ പറഞ്ഞ പോലെ ഹിന്ദു മുസ്ലിം റിബല്യനായിട്ടാണ് പിന്നീട് പലരും ചിത്രീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ പോലും അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു കർഷക റിവോൾട്ടായിരുന്നു അത് ശരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് മാപ്ല അപ്രൈസിംഗ്. മാപ്ല റിബല്യൻ കുറേ ഉണ്ട് കേട്ടോ പഠിക്കാൻ, പക്ഷെ നമുക്ക് ഇത്ര കാര്യങ്ങൾ ഇതിനെ അറിഞ്ഞിരുന്നാൽ മതി, ബേസിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 പെസന്റ് റിവോൾട്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നർക്കൽബേരിയ റിവോൾട്ട്, ഫറൈസി റിവോൾട്ട്, മാപ്ല റിബല്യൻ, ദെൻ പാഗൽപന്തീസ് റിവോൾട്ട്. ഇത്രയാണ് കർഷക സമരങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് ട്രൈബൽ റിവോൾട്ട്. ഗോത്ര വിഭാഗക്കാരുടെ ഇടയിൽ നടന്നിട്ടുള്ള കലാപങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഗോത്ര വിഭാഗക്കാരുടെ ഇടയ്ക്ക് ഈ കലാപങ്ങൾ നടക്കാൻ എന്തൊക്കെയായിരുന്നു കാരണം? നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഗോത്ര വിഭാഗങ്ങൾ അധികവും ഹില്ലി ഏരിയാസിൽ, മൗണ്ടൈൻ ഏരിയാസിൽ, ഈ മലമ്പ്രദേശത്ത് ജീവിക്കുന്നവരാണ് ഈ ഗോത്ര വിഭാഗക്കാർ എന്ന് പറയുന്നത്. ഇവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവരൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഇവർ മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് ഇവർക്ക് ഉള്ളത്. നോൺ ട്രൈബൽ ആയിട്ടുള്ള ആളുകളായിട്ട് ഇവർക്ക് അധികം സമ്പർക്കവും ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. രണ്ടും ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ നാട്ടിലൊക്കെ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റിയാണ് നിലനിന്നിരുന്നെങ്കിൽ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയ്ക്ക് അത്തരം ഒരു ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സൊസൈറ്റി അല്ല, അവരൊരു ഗ്രൂപ്പാണ്. ഓരോ ട്രൈബും എന്ന് പറയുന്ന ഓരോ ഗോത്രങ്ങൾ, പല പല ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളൊരു ഗ്രൂപ്പാണ്. ആ ഗോത്രത്തിനൊരു ഹെഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ കീഴിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഇവർ കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്നത് ഈ കാടുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെയാണ്. ഈ കാടുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഇവർക്ക് വേണമെങ്കിൽ മറ്റ് ഈ ഗോത്രപ്രദേശങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അതല്ലാത്ത പ്രദേശങ്ങളിൽ വിൽപ്പനകൾ നടത്തിയിട്ട് തിരിച്ചു പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ വരവുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാർ ഈ വനസമ്പത്ത്, ഈ വനത്തിനുള്ളിൽ ഒരുപാട് സമ്പത്തുള്ളൊരു വളരെ സ്വത്തുള്ളൊരു ഏരിയ ആണല്ലോ വനം എന്ന് പറയുന്നത്, അത് കൈയടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ മേലും ഇത്തരത്തിലുള്ള ടാക്സുകൾ, നികുതി, ഈ കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരുടെ മേലും ടാക്സ്, നികുതികളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗോത്ര വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പണമിടപാട് നടത്തി ജീവിച്ചിരുന്ന ആൾക്കാരല്ല, പണമിടപാട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷുകാർ നികുതിയെല്ലാം പണമായിട്ട് ഈടാക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇവർക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ ഈ ഗോത്ര വിഭാഗക്കാർക്കും അവരുടെ ഭൂമികൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുന്നു. അവർ നിർബന്ധിതമായിട്ട് ഈ കൃഷിയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല പലപ്പോഴും വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ഇത്തരം ഇടപെടലുകൾ, ഇവരുടെ വനഭൂമിയിൽ കയറിയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസിൽ കയറിയിട്ട് ഇടപെടുന്നു, ഫോറസ്റ്റ് നിയമങ്ങൾ, അതൊക്കെ വന്നോട് കൂടിയിട്ട് ഇവർക്ക് ഈ ഗോത്രവിഭാഗക്കാർക്ക് കാടിന്റെ മീതുള്ള അധികാരം കുറയുകയും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന സ്ഥിതി വരികയുണ്ടായി. അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഗോത്രവർഗക്കാരുടെ റിവോൾട്ടിന് കാരണമായി എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ആക്ടുകൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അവർ ആദ്യം 1864 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരുന്നു. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1864 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. ദെൻ ഗവൺമെന്റ് ഫോറസ്റ്റ് ആക്ട് 1865, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1878, ഇതൊക്കെ അവർ കൊണ്ടുവന്നു. ഇതോട് കൂടിയിട്ട് അവിടെയുള്ള മരത്തടികൾ തുടങ്ങിയവയ്ക്കൊക്കെ അവകാശികൾ ആരായി മാറുകയാണ്? ഗവൺമെന്റ് ആയിട്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയി മാറുകയാണ്. അവരിതിൻ്റെയൊക്കെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു.
അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഒരു ഇടപെടൽ ട്രൈബൽ ഏരിയാസിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഒട്ടും തന്നെ ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന്, ഗോത്ര വിഭാഗക്കാർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെയാണ് ഈ റിവോൾട്ടുകൾ തുടങ്ങുന്നത്. ട്രൈബൽ റിവോൾട്ട്സിലെ പ്രധാനപ്പെട്ട റിവോൾട്ടുകളാണ് സാന്തൽ റിബലിയൻ, ബിൽസ്, ദെൻ കോൾ റിബലിയൻസ്, ദെൻ പിന്നെ മുണ്ടാസ് റിബലിയൻസ് ഉണ്ട്, ദെൻ ജൈനിത, ഖറോ റിബലിയൻസ്, അങ്ങനെ കുറച്ച് റിബലിയൻസ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ട്. നമുക്ക് അതിൽ ആദ്യം സാന്തൽ റിബലിയൻ എന്താണെന്ന് നോക്കാം. സാന്തൽ റിബലിയൻസ് 1855-57 കാലഘട്ടത്തിലാണ് സാന്തൽ റിബലിയൻ വരുന്നത്. ഇത് നടക്കുന്നത് സാന്താൽസ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ പ്രദേശത്തിനെ തന്നെയാണ് ദാമൻ ഇ കോഹ് എന്നും അല്ലെങ്കിൽ സാന്താൽ പർഖാന എന്നെല്ലാം അറിയപ്പെടുന്നത്. ബീഹാറിലെ ബഗൽപൂർ എന്ന് പറയുന്ന റീജിയനിലാണ് ഈ ഒരു പ്രദേശം നിലനിൽക്കുന്നത്. ബീഹാറിലെ ബഗൽപൂർ എന്ന് പറയുമ്പോൾ ഒറീസയുടെ നോർത്തേൺ പാർട്സ്, അതുപോലെ തന്നെ അതിന്റെ ബോർഡറിലൂടെ വന്നിട്ട് ബംഗാളിന്റെ കുറെ ബോർഡർ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമായിരുന്നു ഈ സാന്താൽസ് എന്ന് പറയുന്നത്. അവരുടെ മേലെ ഒരു ഹെവി ആയിട്ടുള്ള, വളരെ താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ലെവീസ്, നികുതികൾ ഒക്കെ ഏർപ്പെടുത്തുകയാണ് ബ്രിട്ടീഷുകാർ. അതുപോലെ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എല്ലാ സാന്തൽ റിബലിയൻസിനും കാരണമാകുന്നത്. അതിന് നേതൃത്വം നൽകിയവരുടെ പേര്, കൊല്ലവും മാത്രമേ മാറുന്നുള്ളൂ. മെയിൻ റീസൺസ് അതൊക്കെ തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇത്തരത്തിൽ അമിതമായിട്ട് നികുതി ഏർപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ 2 ആൾക്കാരുടെ നേതൃത്വത്തിലാണ് സാന്തൽ റിബലിയൻ ഉണ്ടാകുന്നത്. സിദ്ധു ആൻഡ് കാനു എന്ന് പറയുന്നവരുടെ നേതൃത്വത്തിലാണ് ഈ റെബലിയൻ നടക്കുന്നത്. ലാൻഡ് ലോഡ്സ്, അവിടുത്തെ സാന്തൽ റിബലിയനിൽ അവിടുത്തെ നികുതി എന്ന് പറയുന്നത് 500% വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. 500% വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. സാന്തൽ റിബലിയൻ തുടങ്ങുന്നത് ആദ്യം 1833-ലാണ്, 1833-ലാണ്. പിന്നീട് 1855-56 രണ്ടാമത് ഒരു സാന്തൽ റിബലിയൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ വളരെ ബ്രൂട്ടലായിട്ട്, വളരെ ക്രൂരമായിട്ട് ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നുണ്ട്. 20,000-ലധികം സാന്തൽ ഗോത്രത്തിലുള്ളവർ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചരിത്രം. ദെൻ മുണ്ട റിബലിയൻ എന്താ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുണ്ടാസ് എന്ന് പറയുന്ന വിഭാഗക്കാരുടെ ഇടയ്ക്ക് ഈ കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ ട്രേഡേഴ്സും കടന്നു വരികയാണ്. അപ്പോൾ ഇവരുടെ വനവിഭവങ്ങൾ കോൺട്രാക്ടേഴ്സും ട്രേഡേഴ്സും കൈകടത്തിക്കൊണ്ട് വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. അപ്പോൾ ഈ കോൺട്രാക്ടേഴ്സ്, ട്രേഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തുനിന്നുള്ള നോൺ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഇവർക്ക് അവരെ മാറ്റി നിർത്താൻ, ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന്, ഗോത്ര വിഭാഗക്കാർക്ക് ഗോത്രേതര വിഭാഗക്കാരെ മാറ്റി നിർത്താൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ഇവരുടെ ഈ കടന്നുകയറ്റം, കോൺട്രാക്ടർമാരും ട്രേഡേഴ്സും കടന്നു കയറിക്കൊണ്ടുള്ള ഒരു വാണിജ്യ വ്യവസ്ഥനെ അംഗീകരിക്കാൻ ഈ മുണ്ട വിഭാഗക്കാർക്ക് സാധിച്ചില്ല. ഇനി ഈ ഒരു റിബലിയന്റെ പ്രദേശത്തുള്ളവർക്ക് സാധിച്ചില്ല. ഇതിന് ഈ റിബലിയന് നേതൃത്വം നൽകുന്ന ആളാണ് ബിർസ മുണ്ട. ഈ ബിർസ മുണ്ടയുടെ പേരിലാണ് ഈ റിബലിയൻ അറിയപ്പെടുന്നത്, മുണ്ട റിബലിയൻ എന്ന്. ബിർസ മുണ്ടയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ബിർസ മുണ്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചും കൂടെ വിദ്യാഭ്യാസം നേടിയതാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയായിരുന്നു ബിർസ മുണ്ട. അതുകൊണ്ട് അദ്ദേഹം കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ ഈ ഒരു വിപ്ലവം നടത്താൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഇവർ പോലീസ് സ്റ്റേഷനുകളൊക്കെ കയറി ആക്രമിച്ചു, ചർച്ചിൻ മിഷനറീസ് ഒക്കെ കയറി ആക്രമിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. പക്ഷെ പെട്ടെന്നുള്ളൊരു അറ്റാക്കിൽ മുണ്ട മരിക്കുകയാണ്. ഈ ബിർസ മുണ്ട മരിക്കുകയാണ്. 1900 ബിർസ മുണ്ട മരിക്കുന്നു. അതോടുകൂടിയിട്ടാണ് ഈ ഒരു മുണ്ട റെബലിയൻ പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ മുണ്ട റെബലിയൻ അപ്പോൾ ഒന്ന് തകർന്നെങ്കിലും, പക്ഷെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള, ഈ ഒരു റീജിയന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയല്ല, അവരുടെ അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നുണ്ട്. ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് 1908 പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കോൺട്രാക്ട് വർക്ക്സ് ഒക്കെ നിർത്തലാക്കുകയും ആ ഭൂമി കുറേയൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പൊ ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് ഓഫ് 1908 അതെന്ന് പറയുന്നത് ഇവരുടെ ഒരു വിജയത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കണം. ഇനി അടുത്തൊന്നാണ്, ഒരു മിനിറ്റ്, ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കുകയാണോ? ഒന്നുമില്ല. അടുത്തതാണ്
ജൈനിത ആൻഡ് ഖാറോ റിബലിയൻ, ജൈനിത അല്ലെങ്കിൽ ഖാറോ റിബലിയൻസ് എന്ന് പറയുന്ന റിബലിയൻസ്. ഇതെന്ന് പറഞ്ഞാൽ 1860 1870-കളിലാണ് ഈ ഒരു റിബല്യൻ നടക്കുന്നത്, മെയിനായിട്ട് നടക്കുന്നത്. അതിനു മുമ്പ് 1827 കാലഘട്ടത്തിലും ഈ ഒരു റിബല്യന്റെ നടക്കുന്നത്, പല പല കാലഘട്ടത്തിലാണ് നടക്കുന്നത്. 1827-ലും നടക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര വാലിയും അതുപോലെ തന്നെ ഷൈലറ്റ് പ്രദേശങ്ങളും, അല്ലെ, ബ്രഹ്മപുത്ര വാലി അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റോഡ് നിർമ്മാണം വരികയാണ്. ബ്രഹ്മപുത്ര വാലിയുമായി ബന്ധപ്പെട്ട്, താഴ്വരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റോഡ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് ഇന്നത്തെ ആസാം പ്രദേശത്ത്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു റെബലിയന് പ്രധാനമായിട്ടും കാരണമാകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ജൈനിദാസ് ആൻഡ് ഗരോസ് എന്ന് പറയുന്ന വിഭാഗക്കാര് പ്രതിഷേധമായിട്ട് ഈ കൺസ്ട്രക്ഷന് ഒപ്പോസിഷൻ എതിർത്തുകൊണ്ട് വരികയാണ്, ജൈനിദാസ് ആൻഡ് ഗരോസ്. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഇവർ അധിവസിക്കുന്ന റീജിയന്റെ നടുക്കു കൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെയാണ് മിലിറ്ററി സൈന്യത്തിനെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് ഈ ഒരു റെബലിയൻ വരുന്നത്. അത്തരത്തിൽ ഇവരുടെ അധിവാസ കേന്ദ്രത്തിലൂടെ റോഡ് വെച്ചുകൊണ്ട് ഇവരെ ഈ മിലിറ്ററി ഗ്രൂപ്പ്സിനൊന്നും കടത്തിക്കൊണ്ട് പോവണ്ട എന്ന രീതിയിലാണ് എന്ത് വരുന്നത്, ഒരു റെബലിയൻ വരുന്നത്. 1827-ല് ഈ ജൈനിദാസ് ആൻഡ് ഗരോസ് വിഭാഗക്കാരുടെ പ്രൊട്ടസ്റ്റ്, എതിർപ്പ് കാരണം റോഡ് കൺസ്ട്രക്ഷൻ, റോഡ് നിർമ്മാണ ജോലി നിർത്തിവെക്കുകയാണ് ഉണ്ടാവുന്നത്. ഇവരെ നിർത്തിവെക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായിട്ടാണ് ഇവരോട് ഇടപെട്ടത്. ബ്രിട്ടീഷുകാർ ഈ ജൈനിദാസ് ആൻഡ് ഗരോസിന്റെ വില്ലേജുകൾ, ഗ്രാമങ്ങളൊക്കെ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ്. ഒരു ഗ്രാമം തന്നെ അവർ ബ്രിട്ടീഷുകാർ തീ വെച്ച് നശിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു നടപടികളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതിനോട് പിന്നീട് ഒരു 1860 ആയപ്പോൾ ഇവരുടെ നേരെയുള്ള നികുതികൾ കാര്യങ്ങളൊക്കെ കൂട്ടാനും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായി. അപ്പൊ 1860-കളിൽ രണ്ടാമതും ഒരു റിബലിയൻ ഉണ്ടാവുകയാണ്, ഈ ജൈനിത ഗരോ റിബലിയൻ ഉണ്ടാവുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് യു കിയാൻ നൊങ്ബയാണ് നേതൃത്വം നൽകുന്നത്. ഇതിന് നേതൃത്വം നൽകി അദ്ദേഹത്തിനെ പബ്ലിക്കായിട്ട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു ഈ യു കിയാൻ നൊങ്ബ ജൈനിദാസിന്റെ ലീഡർ ആയിരുന്നു യു കിയാൻ നൊങ്ബ. അതുപോലെ തന്നെ ഖരോന്റെ ലീഡർ ആയിരുന്നു പാ തൊഗാൻ സംഗ്മ. അദ്ദേഹത്തിനെയും ബ്രിട്ടീഷുകാർ തോൽപ്പിക്കുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ജൈനിദ ആൻഡ് ഗരോ റിബലിയൻ 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന റിബലിയൻ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത്. ഇനി അടുത്തത് ബിൽസ് എന്ന് പറയുന്ന വിഭാഗക്കാരുടെ റിവോൾട്ടാണ്. ബിൽസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, ആ ഒരു മൗണ്ടൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, ഡെക്കാന്റെ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു, ഗോത്രവിഭാഗമാണ് ബിൽസ് എന്ന് പറയുന്നത്. അവർ ആദ്യം 1817-19 കാലഘട്ടത്തിലും പിന്നീട് 1825, 1831, 1846 അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് റിബലിയൻ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ബിൽസ് എന്ന് പറയുന്നത്. ഈ എല്ലാ കാലഘട്ടത്തിലെയും അവർ ഒതുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് ആ പ്രദേശങ്ങളിലാണ് ഇവരുള്ളത്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാജിറാവു രണ്ടാമൻ, ഈ പേഷ്വാ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു റിബലായിട്ടുള്ള മിനിസ്റ്റർ ആയിരുന്നു ബാജിറാവു രണ്ടാമൻ. അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ആണ് ഈ ഒരു അപ്രൈസിങ്സ് ഒക്കെ നടക്കുന്നത്. അതായത് ഈ ബാജിറാവു രണ്ടാമന്റെ കീഴിലുള്ള മിനിസ്റ്ററാണ് ത്രിഭംഗ്ജി. ഈ ബാജിറാവു രണ്ടാമന്റെ പേഷ്വായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലുള്ള മിനിസ്റ്റർ ത്രിഭംഗ്ജി. അവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ബിൽസിനെ നേതൃത്വം നൽകിയിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ബിൽസ് ഇതിലേക്ക് വരുന്നത്. പല പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും ബിൽസ് ഇതന്നെ മെയിനായിട്ട് ഇവരുടെ മേലിക്കുള്ള കടന്നുകയറ്റം അതന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞു. അടുത്തതാണ് കോൾ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ അപ്രൈസിങ്സ് എന്ന് പറഞ്ഞു. കോൾ മ്യൂട്ടണി 1831-32 കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടുള്ള കോൾ അപ്രൈസിങ്സ് ഉണ്ടാകുന്നത്. സിംഗ്ഭൂം, ഛോട്ടാ നാഗ്പൂരിലെ സിംഗ്ഭൂം എന്ന് പറയുന്ന റീജിയനിലാണ് ഇവർ അധിവസിക്കുന്നത്. ഇവരുടെ ഇടയിലേക്ക്, കോൾസിന്റെ ഇടയിലേക്ക് ഈ പലിശക്കാര്,
അതുപോലെ തന്നെ വാണിജ്യക്കാർ, കോൺട്രാക്ടർമാർ, ഇവരൊക്കെ കടന്നു കയറുന്നതോട് കൂടിയിട്ട് ആണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഇവരുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇവർക്ക് ഈ മണി ലെൻഡേഴ്സിനും ഈ കൊള്ളപ്പലിശക്കാർക്കും അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്കും വ്യാപാരികൾക്കൊക്കെ ബ്രിട്ടീഷുകാർ ഈ ഇതിന്റെ ഉള്ളിൽ കയറി, കാടിന്റെ ഉള്ളിൽ കയറി ട്രേഡ് നടത്താനുള്ള അനുവാദമെല്ലാം നടക്കുന്നുണ്ട് ഈ ഗോത്ര വിഭാഗക്കാരുടെ ഇടയ്ക്ക്. അപ്പൊ ഇതിനെതിരെയാണ് കോൾ അപ്രൈസിങ്സ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്രൈസിങ്സ് ആണ് കോൾ ട്രൈബൽ അപ്രൈസിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതും ബ്രിട്ടീഷുകാർ പിന്നീട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത്രയാണ് പ്രധാനപ്പെട്ട അപ്രൈസിങ്സ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തതൊന്ന് വളരെ മുൻപ് 1778 നടന്നിട്ടുള്ള ഒരു റിവോൾട്ടാണ്, ഒരു ട്രൈബൽ റിവോൾട്ടാണ് പഹാരിയാസ് റിബലിയൻ. ഇത് പഹാരിയാസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഇടയ്ക്കാണ് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന രാജാ ജഗന്നാഥ് ആണ് 1778. ഇത് 1780-കളിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ക്യാമ്പയിനിങ് വഴിയൊക്കെ ഒതുങ്ങിച്ചേരുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവിനൊക്കെ, ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കയ്യേറ്റങ്ങൾക്കെതിരെ. ദെൻ ചൗർ അപ്രൈസിങ് 1776 നടന്നിട്ടുള്ള ഒരു ഇതാണ് ചൗർ അപ്രൈസിങ്. ഇറ്റ്സ് എ പെസന്റ് റിബലിയൻ കൂടിയാണ്, ഒരു കാർഷിക വിപ്ലവം കൂടിയാണെന്ന് പറഞ്ഞു. 1771, 1809 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു റിബലിയൻ നടന്നിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലെ ചില വില്ലേജുകൾ, ഗ്രാമങ്ങളായിട്ടുള്ള മിഡ്നാപൂർ, ബംഗൂര, മാൻപും തുടങ്ങിയ റീജിയൻസിലാണ് നടക്കുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പോളിസീസ്, നികുതി വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നികുതി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു കലാപത്തിന് കാരണമാകുന്നത്. ഈ 1799 ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായിട്ടാണ് ഈ ഒരു ഇതിനെ അടിച്ചമർത്തിയിട്ടുള്ളത്, ഈ ഒരു പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തിയിട്ടുള്ളത്. ദെൻ നമുക്ക് പിന്നെ ഒന്നാണ് കോണ്ട് അപ്രൈസിങ്സ് നടക്കുന്നത് 1837 മുതൽക്ക് 1856 കോണ്ട് വിഭാഗക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്. കോണ്ട് എന്ന് പറഞ്ഞാൽ ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് മേഖലയിലേക്കൊക്കെ വരുന്ന ഒരു മൗണ്ടൻ റീജിയൻസിലെ മലയോര പ്രദേശങ്ങളിലുള്ള വിഭാഗക്കാരെയാണ് കോൺസ് എന്ന് പറയുന്നത് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരാണ് ഈ ഒരു റിവോൾട്ടിൽ, ഈ ഒരു പ്രൊട്ടസ്റ്റിൽ, കലാപത്തിൽ വരുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ആളാണ് ചക്ര ബിസോയ് എന്ന് പറയുന്നത്. ഇവർക്ക് നേതൃത്വം നൽകിയവരാണ്, കോണ്ട് അപ്രൈസിങ്സിന് നേതൃത്വം നൽകിയവരാണ്. കമ്പനിയുടെ അധികാരത്തിനെതിരെയാണ് വിശാഖപട്ടണം ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ ഈ ഒരു റിബലിയൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു റിബലിയനാണ് കോയ റിവോൾട്ട് ഈസ്റ്റേൺ ഗോദാവരിയുടെ തീരത്ത്, ഇന്നത്തെ ആന്ധ്രാപ്രദേശങ്ങളുടെ ഭാഗത്താണ് നടക്കുന്നത്. 1803, 1840, 1845, 1858, 1861, 1862 ഈ വർഷങ്ങളിലൊക്കെയാണ് ഇത് കോയ റിവോൾട്ട്സ് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയവരെ കോണ്ട സാര ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ കോണ്ട റിബലിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കോണ്ട റിബലിയൻസ് പറഞ്ഞിട്ടില്ലേ, കോണ്ട റിബലിയൻസ് ഇല്ല അല്ലെ. കോണ്ട സാര എന്നാണ് ഇവിടുത്തെ ലീഡേഴ്സിനെ അറിയപ്പെടുന്നത്. ഈ ഒരു 1862 വരെയുള്ള റിബലിയന് ശേഷം 1879-80 കാലഘട്ടത്തിൽ തോമ സോറ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലും ഒരു റിവോൾട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ഉണ്ടാവുന്നത് ഈ തോമസ് സോറയുടെ നേതൃത്വത്തിൽ 1879-80 കാലഘട്ടത്തിൽ റിവോൾട്ട് ഉണ്ടാവണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണി ലെൻഡേഴ്സിന്റെ ഒക്കെ കടന്നുകയറ്റം കാരണം അവരുടെ ഒരു പരമ്പരാഗത ജീവിത രീതി, അതുപോലെ തന്നെ കാടിന്റെ ഉള്ളിലുള്ള അവരുടെ ജീവിത രീതിക്കൊക്കെ ഒരു ഭീഷണിയാവുന്നുണ്ടായിരുന്നു ഈ പലിശക്കാരുടെയൊക്കെ വരവും പോക്കും ഒക്കെ. അപ്പൊ അതിനെതിരെയാണ് ഈ ഒരു 1879-80 കോയ റിവോൾട്ട് നടക്കുന്നത്. ഇതിൽ തോമസ് സോറയുടെ മരണത്തിന് ശേഷം അനന്തയ്യർ എന്ന് പറയുന്ന രാജയാണ് 1886 ഇതിന് പിന്നെയും ഈ റിവോൾട്ടിന് അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ദെൻ റാമോസി റൈസിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. റാമോസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു ഗോത്ര വിഭാഗക്കാരാണ്. 1822 ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ ഇവര് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏകീകരിച്ചിട്ടുള്ള ഒരു യുദ്ധം നടത്തുന്നുണ്ട്. അതിനുശേഷം 1825-26 കാലഘട്ടത്തിൽ ഉമാജി നായിക്കിന്റെ നേതൃത്വത്തിൽ, പൂനെയിലെ ഉമാജി നായിക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ദെൻ
ബാപ്പു ത്രിഭഞ്ജകി സാവന്തിന്റെ നേതൃത്വത്തിൽ 1829 ബാപ്പു ത്രിഭഞ്ജകി സാവന്തിന്റെ നേതൃത്വത്തിൽ 1829 കലാപം നടക്കുന്നുണ്ട്, റാമോസി റൈസിങ്സ് നടക്കുന്നുണ്ട്. ദെൻ 1839 പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ഫോഴ്സിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ, ബ്രിട്ടീഷുകാർ നിരന്തരമായിട്ട് അതിങ്ങനെ അടിച്ചമർത്തിയിട്ടാണ് റാമോസികളുടെ വിവിധ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ ഗോത്ര കലാപങ്ങളൊക്കെ ഒതുക്കി തീർത്തത്. ദെൻ അടുത്തൊന്നാണ് ഖാസി അപ്രൈസിങ്സ്. ഖാസി അപ്രൈസിങ്സിനാണ് ഗാരോ ആൻഡ് ജൈൻഡിയ ഹിൽസിന്റെ ഇതിൽ നടന്നിട്ടുള്ളതിനെ പറയപ്പെടുന്ന ഒന്നാണ് ഖാസി അപ്രൈസിങ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് അല്ലേ, ജൈൻഡിയ ആൻഡ് ഗാരോ റിബലിയൻ. അതിനെ പറയുന്നത് ഖാസി റെബലിയൻസ് എന്നും പറയുന്നുണ്ട്. ദെൻ സിംഗ്പോസ് റെബലിയൻ. സിംഗ്പോസ് എന്ന് പറഞ്ഞാൽ ആസാമിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സിംഗ്പോസ് എന്ന് പറയുന്നത്. 1830 ഈ ഒരു റിവോൾട്ട് നടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, ബ്രിട്ടീഷ് ഏജൻസ് ഇവരുടെ ഇടയിൽ വന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ ഒരു കലാപം നടക്കുന്നത്. 1843 നിരംഗ് പിന്തുവിന്റെ നേതൃത്വത്തിൽ എഗെയിൻ ഒരു കലാപം നടക്കുന്നുണ്ട്. അതും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഈ 1843 റിവോൾട്ടിൽ, സിംഗ്പോസ് റിബല്യനിൽ ഒരുപാട് ബ്രിട്ടീഷ് ട്രൂപ്പുകളുടെ ആൾക്കാരെയൊക്കെ ഇവർ കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിബല്യൻ നടന്നതാണ് സിംഗ്പോസ് റിബല്യൻ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ട്രൈബൽ റിവോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ട്രൈബൽ റിവോൾട്ട്സ് കുറേ ഉണ്ട്. ഇതിൽ എവിടെ നിന്ന് ചോദ്യം വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ സാന്തൽ റിബലിയൻ, മുണ്ട റിബലിയൻ, ബിൽസ് ഇതൊക്കെ പ്രധാനമായിട്ട് നോക്കി വെക്കണം. മേ ബി ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ട്രൈബൽ റിവോൾട്ട്സ് മാത്രമായിട്ടൊരു എസ്സേ ചോദ്യം ചോദിക്കില്ല. ട്രൈബൽ ഓർ പെസൻ റിവോൾട്ട്സ് ഒക്കെ ഒരുമിച്ചായിരിക്കും ചോദിക്കുക. പെസൻ റിവോൾട്ട്സ് 4 റിവോൾട്ടും പഠിച്ചു വെക്കാം, അത് വളരെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മാപ്ല റിബലിയൻ. നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ മാപ്ല റിബലിയൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ എഴുതാൻ പറ്റുന്ന സംഭവമായിരിക്കും. പിന്നെ ബാക്കിയുള്ളതും അതും ട്രൈബൽ റിവോൾട്ട്സ് അല്ലെങ്കിൽ സിവിൽ റിവോൾട്ട്സ്, പെസൻ റിവോൾട്ട്, അങ്ങനെ ഏതെങ്കിലും 2 കമ്പൈൻഡ് ആയിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ട്രൈബൽസിന്റെ ഇതിൽ സാന്തൽസും മുണ്ട, ബിൽസ് ഇതൊക്കെ പ്രധാനമായിട്ടും പഠിക്കുക. മാപ്ല അപ്രൈസിങ്സ് ട്രൈബൽ റിവോൾട്ട്സിൽ പെടുത്തുന്നവരുണ്ട്, പെടുത്താത്തവരുണ്ട്. പക്ഷെ അത് ട്രൈബൽ റിവോൾട്ട്സിനെ പറയാൻ പറ്റില്ല. ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് മാപ്ല ഗ്രൂപ്പ്സ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു ട്രൈബൽ റിവോൾട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ദെൻ ഈ ട്രൈബൽ റിവോൾട്ട്സിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് പഴശ്ശിരാജയുടെ ഇതിൽ നടന്നിട്ടുള്ള കലാപങ്ങൾ. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നമ്മുടെ വടക്കൻ കേരളത്തിൽ നടന്നിട്ടുള്ള കോട്ടയം, വടക്കൻ കേരളത്തിലെ കോട്ടയം എന്ന് പറഞ്ഞ പ്രദേശത്ത് പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള, അതിൽ കുറിച്യ വിഭാഗക്കാർ ഒരു പ്രധാനമായിട്ടും പങ്കെടുത്തിട്ടുണ്ടല്ലോ. 1800-കളിൽ കുറിച്യന്മാരുടെ കലാപം 1803 ആ കാലഘട്ടത്തിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതന്നെ 1815 ഒരു കുറിച്യ റിവോൾട്ട് നടന്നിട്ടുണ്ട്, പഴശ്ശിരാജയുടെ നേതൃത്വത്തിലും നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ട്രൈബ്സ് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പഴശ്ശിരാജയ്ക്ക് വേണ്ടിയിട്ടാണ് കുറിച്യാസ് വരുന്നത്. കുറിച്യാസ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർ കയറി ഇടപെടുന്നതും അവർക്ക് പ്രശ്നമായിരുന്നു. ആ സമയത്താണ് പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്ത അധികാരസ്ഥാനം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ അമ്മാവിനെ കോട്ടയം ഭാഗത്ത് കോട്ടയം എന്ന് വെച്ചാൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ കോട്ടയമല്ല, വടക്കൻ കേരളത്തിലെ ഭാഗത്ത് കോട്ടയം എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. കോട്ടയം രാജകുടുംബമുണ്ട്. അപ്പം അവിടെ പഴശ്ശിരാജയുടെ അമ്മാവിനെ കയറി അധികാരത്തിലിരുത്തുന്നു. അതിന്റെ ഭാഗമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പഴശ്ശിരാജ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതിന് സഹായിച്ചിട്ടുള്ളത് കുറിച്യന്മാരായിരുന്നു. കുറിച്യന്മാരുടെ ഗറില്ല യുദ്ധരീതിയൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ഈ ട്രൈബൽ അപ്രൈസിങ്സിൽ ഉൾക്കൊള്ളിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്താ പറയുക, പഠിക്കാൻ കുറേ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു അപ്രൈസിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരു പ്രധാനപ്പെട്ട 4 എണ്ണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക എല്ലാത്തൊന്നും. അപ്പം തന്നെ നമുക്ക് കുറേയൊക്കെ എഴുതാൻ പറ്റും. പിന്നെ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ ഏതാണ്ട് സിമിലർ ആണ്. നിങ്ങൾക്ക് മെയിൻ ഇൻസിഡൻറ്റിൻ്റെ ആ റിവോൾട്ടിൻ്റെ പേര് തന്നെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ കാരണങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആണ്. അപ്പോൾ ആ റിവോൾട്ടിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ തന്നെ കുറേയൊക്കെ എഴുതി പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 4ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.